ഹായ് ഫ്രണ്ട്സ്, ക്ലോട്ടിംഗ് വന്ന രോഗികൾക്ക് ഉള്ള ഒരു ചികിത്സാ രീതിയാണ് ഇത്. ഞാൻ 17 ദിവസം ദയാ ഹോസ്പിറ്റലിൽ ICUവിൽ കിടന്നു. ബ്രെയിനിൽ ക്ലോട്ടിംഗ് വന്നിട്ടാണ് കിടന്നത്. 4 വർഷം കിടന്നു, നടക്കാനും പറ്റിയില്ല. അവസാനം പൊള്ളാച്ചിയിൽ ഉള്ള ഒരു ആയുർവേദ വൈദ്യർ പറഞ്ഞ വിദ്യയാണ് ഇത്. കളിമണ്ണിൽ ചവിട്ടി ചാടുക, അതാണ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പിയിൽപ്പെട്ട ഒരു രീതിയാണ് ഇത്. മറ്റ് മരുന്നുകൾ കഴിച്ചേ പറ്റൂ, അത് മരണം വരെ കഴിക്കണം, മാറ്റം ഇല്ല. പക്ഷെ അത് കഴിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. നടക്കാൻ പറ്റിയത് 6 മാസം ഇത് ചെയ്തത് കൊണ്ടാണ്. ഇത് ആദ്യമൊക്കെ വീഴും, പിന്നെ എണിക്കും, പിന്നെയും ചെയ്യും, പിന്നെയും വീഴും. ഇപ്പോൾ ഒരു വടി പിടിച്ച് നടക്കാറായി. കാലിന് ഒരു ബലമായി. അതായത് ഇങ്ങനെ ചാടുമ്പോഴേ നമ്മളെ രക്തഓട്ടം കൂടും, അത് തലച്ചോറിൽ എത്തും, ബ്രെയിനിൽ ഒരു രക്തഓട്ടം കൂടും. അതാണ് നമ്മുടെ രോഗം കുറേ ഭേദമാകുന്നത്. ഈ ഫിസിയോതെറാപ്പിയാണല്ലോ ഇതിന് മെയിൻ കാര്യം. അപ്പോൾ ഫിസിയോതെറാപ്പിയിൽപ്പെട്ട ഒരു ചികിത്സയാണ് ഇതാ. വീണു ഇപ്പം എണിക്കും, അവിടുന്ന് എണിക്കും, പിന്നെയും വീഴും, പിന്നെയും എണിക്കും തന്നെ. അപ്പോൾ അത്രയും ധൈര്യമുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഡോക്ടറുടെ ഉപദേശം വേണം എന്തായാലും, അത് കൂടിയേ പറ്റൂ. മറ്റു മരുന്നുകൾ നിർത്താൻ കഴിയില്ല, അതിന് വേറെ വഴിയൊന്നും ഇല്ല, അത് കഴിക്കുക തന്നെ വേണം. ഇപ്പോൾ ഇത് ഫലപ്രദമായത് നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മറ്റതിങ്ങനെ നിരങ്ങായിരുന്നു, ഇരിക്കാൻ നിരങ്ങ. ഇപ്പം എന്തായപ്പോൾ ഇപ്പം നടക്കാറായി. വടിയും കുത്തി നടക്കും. വടി വേണം, ഇടയ്ക്ക് വീഴാൻ പോവും, ചിലപ്പോൾ വീഴും, പിന്നെ എണിക്കും. എന്നാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭേദമാവും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം ധൈര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിലും ചെയ്യുക.